നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഏറെ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് നിലവിൽ പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം. കേരളം ഒരു സ്കൂൾ അച്ചടക്ക പ്രശ്നത്തിൽ നിന്ന് ഈ വിഷയം വളരെ വേഗത്തിൽ മതപരവും രാഷ്ട്രീയപരവുമായ ഒരു ധ്രുവീകരണത്തിനുള്ള ഉപകരണമായി നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹിക സൗഹൃദം പലപ്പോഴും ഇത്തരം വൈകാരിക വിഷയങ്ങൾ കാരണം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതിൻ്റെ രാഷ്ട്രീയ സാമുദായിക തലങ്ങളിൽ നിന്ന് വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളിൽ എപ്പോഴും വ്യക്തവും ധീരവുമായ നിലപാടെടുക്കുന്ന ഫാദർ ജോഷി മയ്യാറ്റിൽ അച്ഛനാണ്. അച്ഛനെ നമുക്ക് നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, സ്വാഗതം. അച്ഛാ, ഇന്ന് രാവിലെ ഒരു യുവ വൈദികൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി മുതൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നതല്ല, നിങ്ങൾ എന്നെ ഒരു BJP കാരനാക്കി എന്ന് നാളത്തെ ക്രൈസ്തവർ പറയേണ്ടി വരും. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നായിരുന്നു ആ വൈദികൻ്റെ ഒരു പോസ്റ്റ്. പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കി. ഒപ്പം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിഷയം കൂടി എങ്ങനെയാണ് അച്ഛാ നിലവിൽ ഈ ഒരു ഹിജാബ് വിഷയത്തിലുണ്ടായിരിക്കുന്ന, കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവവികാസങ്ങളെ അച്ഛൻ നോക്കിക്കാണുന്നത്? ഇങ്ങനെയുള്ള സമയം ഉടനെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീനിയൻസി പ്രഖ്യാപിക്കാനോ കാണിക്കാനോ ഉള്ള ഒരു സമയമല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു നിയമബോധം ബലപ്പെടേണ്ട ഒരു സമയമാണ്. രണ്ട്, നമ്മുടെ സാമുദായിക അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളെ പരിസരങ്ങളെ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. അല്ലാതെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ BJP എന്നും CPM എന്നും ഉടനെ കോൺഗ്രസ് എന്നും പറയുന്ന ആ ഒരു ശൈലി, അത് പക്വതയുള്ള ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? സത്യത്തിൽ ഈ പള്ളുരുത്തിയിലെ വിഷയം ബേസിക്കായിട്ട് കേരളത്തിലെ സാമൂഹിക സാഹചര്യത്തിൽ, അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു ഒരു വഴിതെറ്റലിന്റെ അല്ലെങ്കിൽ അബദ്ധസഞ്ചാരത്തിന്റെ അല്ലെങ്കിൽ ഒരു പുഴുക്കുത്തിന്റെ, വേണമെങ്കിൽ അങ്ങനെയും പറയാം, ഒരു പുഴുക്കുത്തിന്റെ ലക്ഷണമാണ്. അതായത് ഒരു മതവർഗീയവാദികൾ ഒന്നു ചേർന്ന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നു, പ്ലാൻ ഇടുന്നു, എന്നിട്ട് ആ ഒരു കുട്ടിയെ ഒരു ബലിയാടാക്കുന്നു, കുട്ടിയെ വേഷം കെട്ടിക്കുന്നു, അവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് അതിനുശേഷം 4 മാസം കഴിഞ്ഞ് കൊച്ചിനെ അതുവരെ കൃത്യമായി യൂണിഫോം പാലിച്ചിട്ട് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് വിട്ടെറിഞ്ഞിട്ട് ഇത് വേണം എന്ന് പറയുന്ന ഒരു രീതി, ഒരു നിലപാട്. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ വളരെ ജാഗ്രതയോടെ നിലകൊള്ളേണ്ടതുണ്ട്. അതായത് ഭീകരവാദം കൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എന്തു കാര്യവും നേടിയെടുക്കാം എന്നുള്ള ഒരു 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 ടെൻഡൻസി, അതിനോട് അല്പം പോലും യോജിപ്പില്ല. ഇതിനെ ഉടനെ കൊണ്ടുപോയി BJP-യിലേക്ക് കെട്ടുക, ഉടനെ കൊണ്ടുപോയി കോൺഗ്രസിലേക്ക് കെട്ടുക, CPM-ലേക്ക് കെട്ടുക, അതല്ല. പക്ഷേ ഇവിടെ സത്യത്തിൽ നിലകൊള്ളേണ്ടത് ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളെ എന്തുകൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നു എന്ന ചോദ്യം, അത് ഈ പൊതുസമൂഹം ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഈ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് അവിടെ നുഴഞ്ഞു കയറിയ, അവിടെ ഇടിച്ചു കയറിയ, അവിടെ സ്വന്തം ഐഡന്റിറ്റി പച്ചയായി വെളിപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന ഈ SDPI എന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ പേര് പോലും ഉച്ചരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തതെന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ ആ അച്ഛനൊക്കെ പറഞ്ഞത്, ഈ ചോദ്യം ഫേസ് ചെയ്യാൻ ഈ സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാര്, നിലവിലുള്ള ദ സോ കോൾഡ് മതേതരവാദികൾ എന്ന് വിളിക്കപ്പെടുന്നവര്, ഈ ചോദ്യം വളരെ ക്രൂഷ്യലായ ചോദ്യമാണ്. എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ ഇവിടെ പിടിമുറുക്കുന്നു എന്ന ഈ ചോദ്യം, ആ ചോദ്യം അഡ്രസ്സ് ചെയ്യാൻ
ഇവിടെ ആളുകൾ തയ്യാറാകാതെ വരുമ്പോഴാണ് ഈ അച്ഛനെ പോലെയുള്ള, ഞാൻ കണ്ടില്ല അത്, പക്ഷെ ഇപ്പോൾ ഡിജോ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ സത്യത്തിൽ ഞാൻ പറയും, ശക്തമായി വ്യക്തമായി സ്വരമുയർത്തി കാണുന്ന തിന്മകളെ ഉച്ചത്തിൽ നമ്മൾ പറയുക, അതിനെ അതിനോട് പ്രതികരിക്കാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പറയുന്ന രാഷ്ട്രീയക്കാരെ, ഇപ്പറയുന്ന മുഖ്യധാര രാഷ്ട്രീയക്കാരെ ഒക്കെ അതിന് ബാധ്യതപ്പെടുത്തുക. ഇതാണ് പൗരധർമ്മം. ഉടനെ ഞങ്ങള് ആ പാർട്ടിയാണ്, ഈ പാർട്ടിയാണ്, അപ്പുറത്തെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആര് അഡ്രസ്സ് ചെയ്യുന്നുവോ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പൗരന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട. ആരാണോ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ രാഷ്ട്രീയം കളിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത്, അവർക്ക് പൗരന്മാരുടെ സപ്പോർട്ട് ഉണ്ടാവും. അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഒരു പാർട്ടീയ മെന്റാലിറ്റി പടർത്താനും വളർത്താനും ഉള്ള ഒരു സാഹചര്യമായിട്ട് ഇതിനെ കാണരുത് എന്നാണ് എനിക്ക് പറയാം. അച്ഛാ, ഈ പറഞ്ഞ വിഷയത്തിൽ ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും? SDPI പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തോടൊപ്പം ഈ ഒരു കുട്ടിയുടെ പിതാവ് സ്കൂളിൽ വന്ന ഒരു പ്രശ്നം ആദ്യമേ ഉണ്ടാക്കുന്നു, അതിനുശേഷമൊക്കെയാണ് ഇത് മാധ്യമങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഒപ്പം ഇന്ന് പലരും ചോദിക്കുന്ന കാര്യം, ജൂൺ 1 മുതൽ ക്ലാസ്സിൽ പോയിരുന്ന ഒരു കുട്ടി ഈ ഒരു ഹിജാബ് വിഷയത്തിൽ ഒക്ടോബർ മാസം വരെ കാത്തിരിക്കുന്നു ഒരു പ്രശ്നമുണ്ടാകാൻ, അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ മാത്രം ഈ വിഷയം പുറത്തേക്ക് വരുന്നു. ഒപ്പം ഇതൊരു സ്കൂൾ മാനേജ്മെൻറ്റും രക്ഷിതാക്കളും മാത്രം സംസാരിച്ച് തീർക്കേണ്ട ഈ വിഷയത്തിലാണ് മറ്റ് സംഘടനകളും വ്യക്തികളും കൂടി ഇടപെട്ട് ഇതൊരു കേരളത്തിൻ്റെ തന്നെ ഒരു വലിയൊരു സംഭവമായി രാഷ്ട്രീയ ധ്രുവീകരണം, സാമുദായിക ധ്രുവീകരണം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. എന്താണ് ഈ ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത്? അത്തരക്കാരുടെ ലക്ഷ്യം ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. ആ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു കഴിഞ്ഞു. അവരെ അഡ്രസ് ചെയ്യാൻ, സ്പെയ്ഡിനെ തൂമ്പയെ തൂമ്പ എന്ന് വിളിക്കാൻ മനസ്സില്ലാത്ത രാഷ്ട്രീയക്കാര് ഇതുവരെ ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇതുവരെ ഈ പ്രസ്ഥാനത്തെ പേരെടുത്ത് നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്തമാണ്, ഇതെന്ത് കാര്യമാണ്, ഇതിവിടെ മാനേജ്മെന്റിന് നിയമപരമായി അധികാരമുള്ളതല്ലേ, CBSE സ്കൂളല്ലേ, ഈ രീതിയിൽ ചോദിക്കേണ്ടതിന് പകരം നേരെ തിരിച്ച് വർഗീയത പരത്താനായിട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പറഞ്ഞ കൂട്ടർ ആഗ്രഹിച്ചത് എന്തോ അതിലേക്ക് തന്നെ ഇവർ പോയി. ഓർക്കണം, ആ സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇതിനെ ഒരിക്കലും ഒരു മതപരമായ രീതിയിലോ വർഗീയമായ രീതിയിലോ ഇതിനെ കണ്ടില്ലല്ലോ. അവർ തുടക്കം മുതൽ ഇപ്പോഴും വരെ പറയുന്ന ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, ഒരേ ഒരു കാര്യം. എന്താ അത്? മാനേജ്മെന്റിന് നിയമപരമായി ഒരു അവകാശമുണ്ട്, ദേ റൈറ്റ് ഉണ്ട്. മാനേജ്മെന്റിന്റെ റൈറ്റ്, അതായത് മൈനോറിറ്റി റൈറ്റ് അനുസരിച്ച് നടത്തുന്ന, ആർട്ടിക്കിൾ 30 അനുസരിച്ച് നടത്തുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ, അതും അൺഎയ്ഡഡ് ആയിട്ടുള്ള പ്രസ്ഥാനത്തിൽ, CBSE സിലബസ് ഫോളോ ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ, ഇവിടെ തങ്ങൾ വർഷങ്ങളായി പാലിച്ചിട്ടുള്ള, ഇത് ഈ സിസ്റ്റർ ഇപ്പോഴത്തെ പ്രിൻസിപ്പള് ഉണ്ടാക്കിയെടുത്ത റൂളൊന്നുമല്ലല്ലോ. ഈ യൂണിഫോം എന്ന് പറയുന്നത് 30 വർഷമായ സ്കൂൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ഒത്തിരി നാളായിട്ടുള്ള ആ ഒരു യൂണിഫോം, അതിൽ വിട്ടുവീഴ്ച വരുത്താൻ വേണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം. ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ടുപോകുന്ന സംഗതി ഇനി മാറ്റാനും തീരുമാനിച്ചിട്ടില്ല. ഇതുവരെ ഇവിടെ പഠിക്കുന്ന ആരും അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു നാടകം കളിക്ക് വേണ്ടി വരുമ്പോൾ ഞങ്ങൾ അതിന് തയ്യാറില്ല. അപ്പൊ ഇത് മതം എന്നുള്ള വിഷയമോ വർഗീയത എന്നുള്ള വിഷയമോ അല്ല. അത് അങ്ങനെ തന്നെയാണ് സിസ്റ്റേഴ്സ് അതിനെ അഡ്രസ് ചെയ്തത്. കൃത്യമായി ഇതൊരു നിയമത്തിന്റെ വിഷയമാണ്. ഞങ്ങൾക്കൊരു റൈറ്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. ഞങ്ങളുടെ റൈറ്റിനെ നിങ്ങൾ ഇടിച്ചു കയറി വന്നുകൊണ്ട് ഞങ്ങളുടെ റൈറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഇതേ സിസ്റ്റേഴ്സ് പറഞ്ഞോളൂ, അല്ലെ? അത്രയല്ലേ ഉള്ളൂ. അപ്പോ അതേസമയം ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം, എന്താണ് ഈ പറയുന്ന SDPIയുടെ ആഗ്രഹം, അത് പലരും കയറി പിടിച്ചു, അത് പരത്തി, അത് വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർഗീയത പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചർച്ചയ്ക്കിരുന്നപ്പോൾ പോലും ഒരു വക്താവ് അവിടെ വന്ന് സംസാരിച്ചിട്ട് എന്തൊരു വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത്. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട്
അദ്ദേഹം സംസാരിക്കും. ഇത് നമുക്ക് അടിസ്ഥാനപരമായ ഒരു കോമൺ സെൻസ്, സാമാന്യ ബോധം. ഈ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് യുക്തിയുടെ കേന്ദ്രമാണല്ലോ, യുക്തിക്കുള്ള ഏരിയയാണ്. അവിടെ യുക്തി ഫങ്ഷൻ ചെയ്യാതെ അതിനകത്ത് കൂടി വർഗീയത ഇഞ്ചക്ട് ചെയ്ത ആളുകള് ചർച്ചക്കും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോ മറ്റുള്ളവരെ അവഹേളിക്കുക എന്നുള്ളത് അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓൺലൈനിൽ നമ്മൾ എന്തുമാത്രം കാണുന്നു, ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ എന്തുമാത്രം സൈബർ അറ്റാക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം പോലും ഇന്ന് മന്ത്രി പോലും അത്തരത്തിൽ അച്ഛനോടൊരു കാര്യം അച്ഛാ ഇതുമായി കൂട്ടിച്ചേർത്ത് ചോദിക്കാനായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പം മന്ത്രി പറഞ്ഞൊരു കാര്യം, ഒരു ശിരോവസ്ത്രം ധരിച്ച ഒരു ടീച്ചർ, അധ്യാപിക അല്ലെങ്കിൽ കന്യാസ്ത്രീ തന്നെ ഹിജാബ് വിലക്കുന്നു എന്ന തരത്തിൽ പല മുസ്ലിം സംഘടനകളും ആദ്യ നിമിഷം മുതൽ പോസ്റ്ററുകളും കളിയാക്കലൊക്കെ വരുന്നതാണ്. അത് അവസാനം നമ്മുടെ മന്ത്രി പോലും അത് ഏറ്റുപിടിച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടു. ഇത്തരത്തിൽ ഒപ്പം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വാക്കുണ്ടായിരുന്നു, ഒരു ഹിജാബ് ധരിച്ചതിന് എന്തിനാണ് ഇത്ര വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ഒരു ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലുന്നതിന് എന്തിനാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുന്ന തരത്തിലൊക്കെ ഒരു ചോദ്യങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ഇതിനെ വളരെ നിസാരവൽക്കരിക്കുന്നു ഒരു ഹിജാബ് ധരിക്കുന്നതിനെ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ണൂർ ഇതുപോലെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കൂളിൽ, അവിടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പിന്നിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പടം വന്നതിൻ്റെ പേരിൽ, ആ സ്കൂള് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ്, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമധേയത്തിലുള്ള ഒരു സ്കൂളാണ്. ഇത്തരത്തിൽ കണ്ണൂർ രൂപതയുടെ കീഴിലുള്ളതാണ്, കാസർഗോഡായിരുന്നു ആ ഒരു വിഷയം. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പലവരും മുന്നോട്ട് വന്നിരുന്നു. കാഞ്ഞങ്ങാട് സ്കൂളിലേക്ക് ഇരച്ചു കയറി ചെന്ന് ഹെഡ് മിസ്ട്രസിന്റെ മുറിയിൽ ചെന്ന് ബഹളം കാണിച്ചത് ആരായിരുന്നു? അവിടുത്തെ മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ച് യൂത്ത് ലീഗും കാര്യമൊക്കെ അവിടെ വളരെ ശക്തമായിട്ട് എന്തായിരുന്നു വിഷയം? അതായത് മൊത്തം ഈ കണ്ണ് മാത്രമേ ഉള്ളൂ, ഈ കണ്ണ് മാത്രം. ഈ മതവും രാഷ്ട്രീയവും സാമൂഹികവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുത ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സിസ്റ്റേഴ്സ് ഇതിനെ വളരെ കൃത്യമായിട്ട് അതിനെ ഒരു ലീഗൽ വിഷയമായിട്ടാണ് കണ്ടിട്ടുള്ളത്, നിയമപരമായ വിഷയമായിട്ട് കണ്ടതിനെ ആ സിസ്റ്ററിനെ അവഹേളിക്കാൻ മന്ത്രി തുനിഞ്ഞു എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിലൊരു മന്ത്രി, അതും ഇവിടുത്തെ വർഗീയവാദികളെന്ന് എല്ലാവർക്കും അറിയാവുന്ന, ഭീകരവാദികളെന്ന് എല്ലാവർക്കും അറിയാവുന്ന പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പ്രൊജക്ട് ചെയ്ത അതേ സാധനം സ്വന്തം വാക്കുകളിലൂടെ മന്ത്രി പുറത്തേക്ക് വിടുമ്പോ എന്തൊരു തരം താണ, എന്തൊരു വർഗീയത വളർത്തുന്ന ശൈലിയാണ് നമ്മുടെ ഈ മന്ത്രി പദം അലങ്കരിക്കുന്നവർ പോലും പുലർത്തുന്നത് എന്ന് കാണുന്നത് അങ്ങേയറ്റം ഖേദകരമായ കാഴ്ചയാണ്. ഇന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടി പ്രസ്താവനയുമായിട്ട് വന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുനമ്പം വിഷയത്തിലും ഇവരൊക്കെ എടുത്ത നിലപാട് എന്തായിരുന്നു? ശ്രീ വി ഡി സതീശൻ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇത് വഖഫല്ല എന്ന്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞേ? അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല, എന്ത് വഖഫല്ലെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇനി ഇതേ കൂട്ടുകാരനിലെ കാഞ്ഞങ്ങാടിന്റെ വിഷയം ഉണ്ടായത്. കുറെ കൂടി മുമ്പ് പോയാൽ നിലമ്പൂര് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം അവിടെ ഇടിച്ചു കയറി ചെന്നതിനെ കുറിച്ച് അന്ന് അവിടെ ഷൗക്കത്ത് അലി സാർ അന്ന് കാര്യമായിട്ട് ഇടപെട്ടത് കൊണ്ട് എറിയുകയായിരുന്നു, പൂച്ചട്ടികളൊക്കെ വലിച്ചെറിയുകയായിരുന്നു. അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ അന്ന് അവിടെ ഇടപെട്ടത് അച്ഛൻ തന്നെയായിരുന്നു. അപ്പൊ എന്തായിരുന്നു കാരണം? വസ്ത്രത്തിന് ഇവിടം വരെയാണ് യൂണിഫോം, അത് അങ്ങനെ തയ്ച്ചു. അപ്പൊ ഇവിടം വരെ വേണം, ഒരു കുട്ടിയുടെ വിഷയമാണ്, ഇരച്ചു കയറി വരികയാണ്. അപ്പോ ഇത്തരത്തിൽ അല്പം പോലും സഹിഷ്ണുത ഇല്ലാതെ ഇവിടെ കുട്ടിച്ചോറാക്കാനായിട്ട് ഇറങ്ങുന്ന മതം. ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ സംസാരിക്കുന്ന നോക്കിയാലും ഉണ്ടല്ലോ, മതമാണ് മുഖ്യം എന്ന് ഒരു പാർട്ടിയുടെ മീറ്റിംഗില് ഈ വളരെ പ്രമുഖനായ ഈ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മതമാണ് മുഖ്യം. ഈയിടക്ക് അതേ ആള് തന്നെ എന്താ സംസാരിച്ച് ഓർക്കുന്നുണ്ടല്ലോ, അടുത്ത ഇലക്ഷൻ വരട്ടെ, അത് എല്ലാം മുസ്ലിം സമുദായത്തിന് വേണ്ടി തിരിച്ചു പിടിക്കാനുള്ള സമയമാണെന്ന്. ഇതൊക്കെ ഇനി വേറൊരാൾ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയല്ല.
ഇങ്ങനെ 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 മതവാദത്തെ പൊതിഞ്ഞു പിടിക്കുന്ന, മതേതരത്വത്തെ ചവിട്ടി പുറംകാലിന് പൊഴിച്ചു കളയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി ഇന്ന് ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ പ്രസ്താവനകളും ഇടപെടലുകളും ഒക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: മിതവാദം, വർഗീയവാദം, ഭീകരവാദം, ഇത് മൂന്നും ഒരേ കൂട്ടരുടെ മൂന്ന് വ്യത്യസ്ത മുഖങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിതവാദം, വർഗീയവാദം, ഭീകരവാദം. ഇപ്പോ മിതവാദികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു, തീവ്രവാദം, ആശയപരമായി ശക്തമായ തീവ്രവാദം നടത്തുന്നു, തീവ്രമായി വാദിക്കുകയാണ് തീവ്രവാദം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഭീകരവാദമാണ്. ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഭീതി ഉളവാക്കുന്ന, സ്കൂളിൽ നടന്നത് ഭീകരവാദമാണ്. ഇടിച്ചു കയറി വരികയായിരുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. നോക്കൂ, അപ്പോൾ ഈ ഭീകരവാദത്തിന് ഒത്തിരിയുണ്ട്. കേരളത്തിൽ ഒത്തിരി അനുഭവങ്ങളും കൈവെട്ട് കേസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടുന്ന് 10-21 പേര് പുറത്തേക്ക് പോയതും അവിടെ വെടികൊണ്ട് മരിച്ചതും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഈ ഒത്താശ എന്തിനാ? സർക്കാർ തന്നെ പറഞ്ഞല്ലോ ഡീറാഡിക്കലൈസേഷൻ കുറെ പേരുടെ നടത്താൻ വിജയിച്ചു എന്ന്. കുറെ പേരുടെ ഡീറാഡിക്കലൈസേഷൻ പക്ഷെ അത് വിജയിച്ചില്ല എന്നുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഡീറാഡിക്കലൈസേഷൻ വിജയിച്ചിട്ടില്ല. അപ്പോ അതുകൊണ്ട് ഈ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നേതാക്കളും മാധ്യമങ്ങളും ഒക്കെ ശരിക്കും ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. ഒരു DGP ഇറങ്ങിപ്പോകുന്ന സമയത്താണ് പറഞ്ഞത് ഇവിടെ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട് എന്ന്. അത് കേട്ടിട്ട് ഇതുവരെ ആരെങ്കിലും ആ ഒരു വിഷയം ചർച്ചക്കെടുത്തോ? എന്താണ് ഇവിടെ അങ്ങനെ ആയത്? എന്തുകൊണ്ട്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ആരാണ് ഈ സ്ലീപ്പിംഗ് സെൽസ്? എന്താണ് അവരുടെ പ്ലാൻ? എന്താണ്? പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മള് ഡിജോ ഇവിടെ കൃത്യമായിട്ട് ഓരോ ലൊക്കേഷനിലും അവിടെ എന്തു പ്രശ്നങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പദ്ധതിയിട്ട് ഓരോ ദിവസവും നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. കൊച്ചി പരിസരത്ത് ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്ന കൊച്ചി പരിസരത്ത് ഇതിനകം 5-6 വിഷയങ്ങളായി ഓർക്കണം. അവർ ലേഡി സ്കൂളിലേക്ക് ഒരു പ്രാവശ്യം ഇടിച്ച് കയറി വന്ന ഒരു അനുഭവം. ഇനി അക്വിനാസ് കോളേജിനെതിരെ അതിശക്തമായി കടന്നു വന്ന ഒരു അനുഭവം. പിന്നെ ഫാത്തിമ ഹോസ്പിറ്റലിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടായ ഒരു സമയം. ഇങ്ങനെ ഇത് നമ്മുടെ ഒരു അനുദിന അനുഭവം പോലെ വരുന്നു എന്നുള്ളതാണ്. വളരെ കഷ്ടമാണ്, ഖേദകരമാണ്. രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും സാംസ്കാരിക നേതാക്കളും ഗൗരവമായിട്ട് ഈ ശരിയായ ഡീറാഡിക്കലൈസേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞോടൊപ്പം തന്നെ ഞാനൊന്ന് പറയട്ടെ. മന്ത്രിയുടെ നിലപാട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്, നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളത് കുട്ടികൾക്ക് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർക്കും വേണ്ടി കൂടിയുള്ളതാണ്. ഇപ്പോൾ സെൻറ് റീത്ത സ്കൂളിൽ 140-ലധികം മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് ആരും തന്നെ ഹിരോവസ്ത്രം അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചല്ല വന്നിരിക്കുന്നത്. അത്തരത്തിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് ഹിജാബ് എന്നത് ഒരു നിർബന്ധിത വസ്ത്രമല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് ബാക്കി 140 കുട്ടികൾ വരുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം പ്രശ്നമുണ്ടാകുമ്പോൾ ആ കുട്ടി സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് വരണമെന്ന് വിദ്യാഭ്യാസ വകുപ്പോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്ന് പറഞ്ഞാൽ അവിടെ തീരേണ്ടതായിരുന്നില്ലേ ഈ ഒരു പ്രശ്നം? തീർച്ചയായിട്ടും ഇത് ഒന്നുകിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമ ബോധം ഇല്ലായ്മ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകളുണ്ടല്ലോ. ഇപ്പൊ എറണാകുളത്ത് ഡെപ്യൂട്ടി ഓഫീസറുണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഉണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസുണ്ട്. അവിടെയൊക്കെ ഇരിക്കുന്നവരുടെ നിയമബോധമില്ലായ്മ. ഇത് ഒന്നുകിൽ നിയമബോധമില്ലായ്മ, അല്ലെങ്കിൽ കരുതിക്കൂട്ടി. ഡിജോ, ഞാൻ വിശ്വസിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ ഏതാണ്ട് രാവിലെ, ഉച്ചക്ക്, വൈകിട്ട്, രാത്രി എന്ന നിലയിൽ 2, 3, 4, 5 പ്രാവശ്യം
ഈ സെയിന്റ് റീത്താസ്, അതുപോലെ ഹിജാബ് എന്നൊക്കെ ഇങ്ങനെ സ്ഥിരം 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ശ്രീ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബോധപൂർവമാണ് അത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഹിജാബ് ഇട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ഒത്തിരി കാര്യങ്ങൾ മറച്ചു പിടിക്കാനുണ്ട്. ഈ ഹിജാബ് കൊണ്ട് സ്വർണപ്പാളി മറയുന്നുണ്ട്. ഈ ഹിജാബ് കൊണ്ട് വിവേക് മറയുന്നുണ്ട്. ഈ ഹിജാബ് കൊണ്ട് സാമ്പത്തികമായ പരാധീനതകൾ അവിടെ മൂടിവയ്ക്കപ്പെടുന്നുണ്ട്. ഈ ഹിജാബ് കൊണ്ട് അഴിമതികൾ പലതും മൂടിവയ്ക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ പെരുപ്പിച്ച് 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 ബോധപൂർവം പെരുപ്പിച്ചെടുക്കുകയാണ്. അതില് ഒരു സംശയവുമില്ല. വെറും അജ്ഞതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രമാത്രം മണ്ടന്മാരാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തുള്ളത് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം. എന്ന് മാത്രമല്ല, പൗരന്മാരെന്നുള്ള നിലയില് നമ്മുടെ നിലവാരം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവാരത്തോട് ചേർന്നല്ലേ നിൽക്കുള്ളൂ. അപ്പോ വിദ്യാഭ്യാസ വകുപ്പിന് നിലവാരമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്റെ തന്നെ നിലവാരത്തെ താഴ്ത്തുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് ആ ലെവലിലൊക്കെ അവർക്ക് വിവരമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ബോധപൂർവം രാഷ്ട്രീയമായ താല്പര്യങ്ങളോടെ പലതിനെയും മറച്ചു വയ്ക്കാനായി അവർ ഹിജാബ് ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ് അച്ഛാ. കാരണം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഈ ഹിജാബ് കൊണ്ട് പലതും മറയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED സമൻസ് വന്ന ആ കേസ് മാധ്യമങ്ങളിൽ പൊന്തി വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട്, എന്തിന് എന്ന രീതിയിൽ വന്നത്. ഒരു പക്ഷേ ആ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിന് ശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടില്ല. പിന്നീട് വന്നത് മൊത്തം ഹിജാബായിരുന്നു. അത് ക്രൈസ്തവ മാനേജ്മെൻറ്റിനെതിരെ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും അച്ഛൻ പറഞ്ഞ പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്, അതൊരു പക്ഷേ മാധ്യമങ്ങൾക്കും കുറച്ചുകൂടി നല്ലൊരു വാർത്തയാണല്ലോ. പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റിനെതിരെ, സിസ്റ്റേഴ്സിനെതിരെയൊക്കെ ഇതുപോലെ പറയുമ്പോൾ അവർക്ക് കൊടുക്കാനും അവർക്ക് റീച്ച് കിട്ടാനൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് അവരും മറ്റ് വിഷയങ്ങളൊക്കെ ബോധപൂർവം മറച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടുകയാണ്. ഇതിനോട് കാര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന ഒരു അവകാശ സംരക്ഷണ യാത്രയാണ്. കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്നതുകൊണ്ട് അത് ക്രൈസ്തവരുടെ മാത്രം വിഷയമല്ല. കഴിഞ്ഞ 9 വർഷമായി കേരള സർക്കാർ നടപ്പിലാക്കാതെ പോയ അല്ലെങ്കിൽ അവഗണിച്ചു പോയ പല വിഷയങ്ങൾ, കർഷകരുണ്ട്, മലയോര കർഷകരുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്, ഇവിടുത്തെ ന്യൂനപക്ഷം നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഇതെല്ലാം ഒരു സാധാരണക്കാരൻ്റെ സാധാരണ വിഷയങ്ങളാണ്. ഇത് 9 വർഷമായി സർക്കാർ നടപ്പിലാക്കിയില്ല എന്ന വിഷയം ഉന്നയിച്ചാണ് കേരളത്തിലെ കാസർഗോഡ് മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ വിഷയം തുടങ്ങിയപ്പോൾ ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചർച്ച ചെയ്യേണ്ട സമയത്താണ് കേരളത്തിലെ ക്രൈസ്തവരെ മൊത്തം വളരെ വൈകാരികമായി തന്നെ ക്രൈസ്തവ സ്ഥാപനത്തിനെതിരുള്ള ഒരു വാർത്തയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് അച്ഛൻ കാണുന്നത്? തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് വളരെ വളരെ ആവശ്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കത്തോലിക്കർ അല്ലെങ്കിൽ ക്രൈസ്തവര് എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് വേണ്ടി നമ്മുടെ അവസ്ഥകളെ ഒന്ന് പ്രതിപാദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു താല്പര്യവും ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. ഒന്ന് എടുത്തു നോക്കുക, എന്തെല്ലാം വിഷയങ്ങൾ കടന്നു. 8:20, 8:20, എത്രയോ വർഷം ആ കടുത്ത അനീതി ഇവിടെ കേരളത്തിൽ നിലനിന്നു. മുനമ്പം വിഷയം, ആ പ്രദേശം, ക്രൈസ്തവര് ഭൂരിഭാഗമായിട്ടുള്ള ആ പ്രദേശം എന്തുമാത്രം 4 വർഷമായി ആ മനുഷ്യര് എന്തുമാത്രം സഹിക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? നിയമസഭയിൽ അവരെടുത്ത നിലപാടുകൾ എന്തായിരുന്നു? പോട്ടെ, ജസ്റ്റിസ് കോശി കമ്മീഷന്റെ കാര്യം എന്തായി? കഴിഞ്ഞ ഇലക്ഷന് മുൻപ് കമ്മീഷന്റെ പേരും പറഞ്ഞിട്ട് വോട്ട് വാങ്ങിച്ച കൂട്ടരാണ്. എന്നിട്ട് എന്തു ചെയ്തു? അതേസമയം പാലൊളി മുഹമ്മദ് കമ്മിറ്റി
4 മാസം കൊണ്ട് നാല് മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുത്ത് തീരുമാനിച്ച് ഒട്ടനെ നടപ്പിലാക്കിയില്ലേ? 4 മാസം കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ മുറവിളി ഉയരേണ്ട സമയമാണ്, ഒരു സംശയം വേണ്ട. മുറവിളി ഉയരേണ്ട സമയമാണ്. ക്രൈസ്തവരുടെ മുറവിളി പുറപ്പെടേണ്ട സമയമാണ്. ഇവിടുത്തെ ഭരണപക്ഷത്തിനും ഇവിടുത്തെ പ്രതിപക്ഷത്തിനും നമ്മളെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് ശക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. വലിയൊരു കൺസ്ട്രെയിനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് എത്ര മേഖലകളിൽ, ഏതെല്ലാം വിധങ്ങളിൽ. മന്ത്രി പോലും, കേരളത്തിലെ മന്ത്രി പോലും നമ്മുടെ സന്യസ്തരുടെ സമർപ്പിത വസ്ത്രത്തെ ഇതുപോലെ അവഹേളിക്കുന്ന, അതും ഒരു സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോമിനെ കുറിച്ചുള്ള വിഷയത്തിന്റെ നേരത്ത് ഇതുപോലെ നമ്മൾ ഇത്രമാത്രം ബഹുമാനിക്കുന്ന സന്യസ്തരുടെ സമർപ്പിത വസ്ത്രത്തെ അവഹേളിക്കുന്ന ഒരു മന്ത്രി. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യാത്ര കത്തോലിക്ക കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, ആരെങ്കിലും ഒരാൾ നടത്തുന്നതായിട്ടല്ല. ഇത് ക്രൈസ്തവരുടെ മനസ്സാണ്. ഇത് മലയോരത്ത് ജീവിക്കുന്നവരും തീരദേശത്ത് ജീവിക്കുന്നവരുമായ എല്ലാവരുടെയും മനസ്സാണ്. ഇനി ഇത് ക്രൈസ്തവരുടെ മാത്രം മനസ്സല്ല, ഇത് മതേതര വിശ്വാസികളുടെ മനസ്സാണ്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ ഒരു തട്ടത്തിന് വേണ്ടിയോ, നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയോ, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയോ അങ്ങനെയല്ലോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ ഇവിടെ കേരളത്തെ ഇതുപോലെ വളർത്തിയെടുത്തത്. ക്രൈസ്തവർ സംഭാവന ചെയ്യാത്ത എന്താണ് കേരളത്തിനുള്ളത്? വിദ്യാഭ്യാസ മേഖലയുണ്ടോ? ആരോഗ്യ മേഖലയുണ്ടോ? സാമൂഹിക ക്ഷേമ മേഖലയുണ്ടോ? ക്രൈസ്തവർ സംഭാവന ചെയ്യാത്ത എന്താണ് കേരളത്തിലുള്ളത്? ഡിജോ ഓർക്കണം, നവംബർ 8-ാം തീയതി ആഗോള സഭ ഏലീശാമ്മയെ, മദർ ഏലീശായെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൽ ലോകം മുഴുവനുമുള്ള കത്തോലിക്ക സഭ കേരളത്തിലെ നമ്മുടെ കൂനമ്മാവിന്റെ വിശുദ്ധ, അല്ലെങ്കിൽ വൈപ്പിലെ കുരിശിങ്കലിന്റെ വിശുദ്ധ എന്ന് പറയാവുന്ന ആ ഏലീശാമ്മയെ, മദർ ഏലീശായെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ സ്ത്രീ വിദ്യാഭ്യാസത്തിനുള്ള ഒരു കയ്യൊപ്പായി മാറുകയാണ്. ഇന്റർനാഷണൽ സിഗ്നേച്ചർ ആയിട്ട് അത് മാറുകയാണ്. എന്നു മാത്രമല്ല, കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഒരു ഇന്റർനാഷണൽ കയ്യൊപ്പായിട്ട് അത് മാറുകയാണ്. ഇതുപോലുള്ള മഹാകാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇരച്ചു കയറി വന്ന് ഒരു തുണിക്കഷണത്തിന്റെ പേരില് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ നിയമപരമായ കാര്യം മാത്രമേ ഈ വ്യക്തികള് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നു. ക്രൈസ്തവർക്കൊന്നും നിയമവിരുദ്ധമായ ഒന്നും വേണ്ട. ക്രൈസ്തവർക്ക് ഒന്നും യുക്തിയില്ലാത്ത ഒന്നും വേണ്ട. പൊതുനന്മയ്ക്ക് ഗുണകരമല്ലാത്ത ഒന്നും ക്രൈസ്തവർക്ക് വേണ്ട. അത് തെളിച്ചു പറയാൻ നമ്മൾ ഈ സമയം ഉപയോഗിക്കണം. അത് വളരെ പ്രകടമാണ്. നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ വളരെ ശക്തമായിട്ട്, വളരെ കാര്യമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. പൊതുനന്മയ്ക്ക് വേണ്ടി. ആ പൊതുനന്മ അത് തുടർന്നുകൊണ്ട് പോകേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടും അല്ലെങ്കിൽ എന്തുകൊണ്ടുമൊക്കെ ഇതിനൊക്കെ മറച്ചു പിടിക്കാൻ, നന്മകളെയൊക്കെ മറച്ചു പിടിക്കാനും അതുപോലെ തന്നെ അഴിമതികളെ മറച്ചു പിടിക്കാനും അല്ലെങ്കിൽ വന്നു ചേരുന്ന പ്രതിസന്ധികളെ മറച്ചു പിടിക്കാനൊക്കെ ഉള്ള ഒരു സംഗതിയായിട്ട് ഹിജാബിനെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കളോ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛാ, അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം, കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രമാത്രം ഉയർച്ച കൊണ്ടുവന്നത് ക്രൈസ്തവരാണ്, ക്രൈസ്തവ മിഷണറിമാരാണ്. കേരളത്തിൽ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചതും ക്രൈസ്തവരാണ്. പക്ഷേ അന്നു മുതൽ ക്രൈസ്തവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം അത് രാജ്യത്തിന് വേണ്ടിയാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
അവിടെ ഒരിക്കലും ഒരു മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസവും ക്രൈസ്തവർ ഇന്നേ വരെ ഇന്ത്യയിലോ കേരളത്തിലോ കൊടുത്തിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഒരു ക്രൈസ്തവ രാഷ്ട്രമായിട്ട് മാറ്റാമായിരുന്നു. അന്നത്തെ മിഷണറിമാർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് മിഷണറിമാരാണ്. അത്തരത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ശ്രദ്ധിക്കേണ്ടതില്ലേ ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ? നമുക്കറിയാം, ഈ കാഞ്ഞിരപ്പള്ളിയിലെ അമൽ ജ്യോതി കോളേജിന് നേരെ നടന്ന പ്രക്ഷോഭങ്ങളുടെ പിന്നിലുള്ള പല കാരണങ്ങളും, ഒപ്പം മൂവാറ്റുപുഴയിൽ നിർമ്മല കോളേജിലുണ്ടായിരുന്ന ആ ഒരു വിഷയം, ഒപ്പം ഈ പറഞ്ഞ പോലെ കാസർഗോഡ് ഉണ്ടായിരുന്ന ആ വിഷയം, അങ്ങനെ ഒരുപാട് കോളേജുകളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ നടന്നു പോകുന്ന സ്കൂളുകളിലുണ്ടാകുന്ന പല വിഷയങ്ങളും നമുക്കറിയാം. അപ്പം ഇത്തരത്തിൽ വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ അല്ലെങ്കിൽ ഈ വിഷയം നടക്കുമ്പോൾ തന്നെ നമ്മുടെ പല സ്കൂളുകളും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, ഞാൻ നാളെ ഒരു മുസ്ലിം പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു മുസ്ലിം മറ്റു മതത്തിലൊരു കുട്ടിയെ ഈ സ്കൂളിൽ ചേർത്താൽ നാളെ ഒരു വിഷയം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് എത്തുമോ? അത്തരത്തിൽ ഒരു വ്യത്യസ്തത ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ പ്രശ്നം മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രൈസ്തവർ ഇനി ഒന്ന് പേടിക്കുമോ മുസ്ലിം മതത്തിലുള്ള ഒരു വിദ്യാർത്ഥികളെ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാനായിട്ട്? ഡിജോ, ഇക്കാര്യത്തില് ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാവണം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അവബോധം ശക്തമായി നമ്മൾ നിലനിർത്തണം. ഒരിഞ്ച് അക്കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കാത്തു സൂക്ഷിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് എല്ലാ വിഷയങ്ങൾക്കും ശരിയായ പരിഹാരം ഉണ്ടാകുന്നത്. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് എന്ന് പറയും, ഉദാഹരണത്തിന് മുനമ്പം വിഷയത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന, പൗരന്മാർക്ക് തരുന്ന മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ കൃത്യമായി നമ്മൾ നിലപാടെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് മാറ്റണമെന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് ആർട്ടിക്കിളില് സെക്ഷൻ 2 സൊല്യൂഷൻ വന്നിരിക്കുന്നു. പക്ഷെ അതിന്റെ ചട്ടങ്ങൾ ഇനി തയ്യാറാക്കാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് ഉയർത്തിപ്പിടിക്കണം. ഇനി ഈ സ്കൂള് മാനേജ്മെന്റ് എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ് ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറിച്ച്. ആ മാനേജർ സിസ്റ്ററും അതുപോലെ പ്രിൻസിപ്പൽ സിസ്റ്ററും എത്ര ഭംഗിയായിട്ടാണ്, എത്ര കൃത്യത കൂടിയാണ്, എത്ര ലീഗലായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് അവർ കാണിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കൃത്യമായി ഉയർത്തിപ്പിടിക്കണം. നമ്മെ അനാവശ്യമായി ചൊറിയാൻ, അനാവശ്യമായി തോണ്ടാൻ, അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാൻ ഒരുത്തനും ധൈര്യപ്പെടാത്ത രീതിയിൽ ലീഗലായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം, വളരെ ലീഗലായിട്ട്. അതിന് തീർച്ചയായിട്ടും നമുക്കൊരു ആർജവം വേണം, നമുക്ക് ബോൾഡ്നെസ് വേണം, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് വേണം. അപ്പോ ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഒപ്പം ഇത് നമ്മൾ പറയുമ്പോഴും നോക്കൂ, ഇത് കേരളത്തിന്റെ കാര്യം മാത്രമാണ്. ഇന്ത്യ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കിയേ, എന്തുമാത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് ക്രൈസ്തവരുടേത് ഹനിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മതപരിവർത്തന നിരോധന നിയമം എന്നുള്ള ആ കാടൻ നിയമത്തിന്റെ പേരില് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ഇന്നലെ മറ്റാണ് സുപ്രീം കോടതി വലിച്ചെറിഞ്ഞത് എല്ലാ എഫ്ഐആറുകളും വലിച്ചെറിഞ്ഞു ഈ ദിവസങ്ങളിൽ. ഇതാണ് നമ്മള് നോക്കൂ, മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ കേസിന് പോകാനായിട്ട്, കോടതിയിൽ പോകാനായിട്ട് ആർജവം എന്തുകൊണ്ടാണ് കത്തോലിക്കർ കാണിക്കാത്തത്? കത്തോലിക്ക സഭ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് നമുക്ക് ശക്തിയായിട്ട് വേണം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബോൾഡ്നെസ് നമുക്ക് വേണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്ഥാപനങ്ങളൊന്നും ഒരു കാരണത്തിനും വെറുതെ മുട്ടുകുത്തിയോ ഏത്തമിട്ടോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സ്റ്റുഡൻസ് കുറഞ്ഞു പോകുമെന്നാണോ ചിന്ത? കുറഞ്ഞുകൊള്ളട്ടെ. നമ്മള് കച്ചവടം നടത്താനല്ലല്ലോ ഇവിടെ ഉള്ളേ. ഇത്രയും നാൾ അതല്ലല്ലോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഡിജോ. സെയിന്റ് തെരേസാസ് പോലെയുള്ള ഒരു കോളേജ്, നഗര മധ്യേ നിലകൊള്ളുന്ന കോളേജ്, ആ പരിസരവും ആ കെട്ടിടവും ഒക്കെ നമ്മൾ ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്? നമുക്ക് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ഈ പൊതു നന്മയെ വളർത്താൻ വേണ്ടി
വിദ്യാഭ്യാസത്തെ വളർത്താൻ വേണ്ടി, നമ്മുടെ പൗരന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്താണ് ഗുണം അതുകൊണ്ടുണ്ടാകുന്നത്? രണ്ട്, എന്നിട്ട് നമ്മള് വല്ലവരുടെയും ചീത്ത കേൾക്കാനും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിദ്യാഭ്യാസം നടത്തേണ്ട ആരുടെ ഉത്തരവാദിത്വം? സഭയുടെ ഉത്തരവാദിത്വം? സർക്കാർ ചെയ്യേണ്ടതല്ലേ? സർക്കാർ ഇതുപോലെ മുതൽ മുടക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താകുമായിരുന്നു കേരളത്തിലെ ഇത്രയധികമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പണം മുടക്കേണ്ടിയിരുന്നത്? അതിന്റെ സ്ട്രക്ചർ, ഇപ്പൊ ചിലര് എയ്ഡഡ് സ്കൂള് പണം സർക്കാർ തരുന്നുണ്ട് വരുമ്പോഴും അതിന്റെ ബേസിക് ആയിട്ടുള്ള മൂലധനം ചെയ്തിട്ടുള്ള ആരാ? അത് ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താ, ബിസിനസ് ചെയ്യാൻ അറിയാത്തവരാണെന്നാണോ വിചാരം ക്രൈസ്തവര്? അപ്പോ ആലോചിക്കേണ്ടത്, ഗൗരവമായി ആലോചിക്കേണ്ടത്, നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നിസ്വാർത്ഥമായ വലിയ 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 സേവനം, ഇത് അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല. ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്തിട്ടുള്ളത്. ദയവ് ചെയ്ത് ഞങ്ങൾ ഇതുപോലെ അവഹേളിക്കാതിരുന്നാൽ മതി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒക്കെയാണ് ഇവിടെ ഇതുപോലെ വളർച്ച ഉണ്ടാക്കുന്നത്. അവരെ അവഹേളിക്കരുത് മന്ത്രി, ഇതാണ് പറയാനുള്ളത്. അവഹേളിക്കരുത് ദയവ് ചെയ്ത്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കരുത്. ആ സമർപ്പിത വസ്ത്രം ഉണ്ടല്ലോ, അതാണ് ഈ കേരളത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പിന്നിലുള്ളത്. 194 വർഷം മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ മദർ എലീശ ജനിച്ചത്. 194 വർഷം, ഈ ഒക്ടോബർ 15-നായിരുന്നു, 2 ദിവസം മുമ്പ്. ഈ മദർ എലീശയാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചത്. ഈ മദർ എലീശയുടെ സഹോദരി തന്നെ മറ്റൊരു സിസ്റ്റർ തെരേസ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹെഡ് മിസ്ട്രസ് എന്ന് പറയാം. അപ്പോ ഇങ്ങനെയുള്ള വൻ എന്താണ് റിനൈസാൻസിന്റെ, വലിയ റിന്യൂവലിന്റെ, വലിയ നവോത്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ സന്യാസികൾ നൽകിയിട്ടുള്ളത്. അവരെ നിങ്ങൾ ആദരിച്ചില്ലെങ്കിലും, അവരോട് നന്ദി പറഞ്ഞില്ലെങ്കിലും, ദയവ് ചെയ്ത് അവരെ അവഹേളിക്കാതിരിക്കുക മന്ത്രി. ഇതാണ് എനിക്ക് വലിയ സങ്കടമുണ്ട് മന്ത്രി, ഞങ്ങളുടെ സന്യാസിനിമാരെ ഇത്രക്ക് ഇതുപോലെ അവഹേളിച്ചില്ല. അവര് പാവങ്ങളാണ്, അവരതുകൊണ്ട് സമരത്തിനൊന്നും വരികയില്ല. പക്ഷെ ദയവ് ചെയ്ത് മന്ത്രി അങ്ങനെ ചെയ്യരുത്. ഞാനൊരു ഉപദേശമായിട്ട് തരികയാണ്. മന്ത്രി വി ശിവൻകുട്ടി, ദയവ് ചെയ്ത് ഞങ്ങളുടെ സന്യാസിനികളെ അവഹേളിക്കരുത്, പ്ലീസ് പ്ലീസ്. തീർച്ചയായിട്ടും വെച്ചാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ഉള്ളിൽ അതിൻ്റെ, എനിക്കൊന്ന് ക്രൈസ്തവരെ മാത്രമല്ല എല്ലാവരുടെയും ഉള്ളിൽ തന്നെ വളരെയധികം മുറിവുണ്ടാക്കിയിരിക്കുന്ന ഒരു വാക്കാണ് ആ ഒരു സന്യാസിനിയുടെ ശിരോവസ്ത്രവും ഹിജാബും തമ്മിൽ മന്ത്രിയുടെ ആ ഒരു വാക്കുകൾ. അച്ഛാ, അവസാനമായിട്ട് എങ്ങനെയാണ് ഇതിനൊരു അവസാനം? ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്, ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധികൾ വരും. എങ്കിലും ആ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിന് ഒരു കോട്ടം തട്ടാതെയും, എന്നാൽ സ്ഥാപനത്തിൻ്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അതിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു പരിഹാരം എങ്ങനെയായിരിക്കും? ഡിജോ, സ്കൂൾ അധികൃതര് തുടക്കം മുതൽ ഇതുവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് വേണ്ടി ആ സ്കൂൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കണം. യൂണിഫോം എന്താണെന്ന് കൃത്യം സ്കൂൾ ഡയറിയിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂൾ ഡയറിയിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് പാലിക്കാൻ കുട്ടി ബാധ്യസ്ഥയാണ്. മുടി, പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുടി 2 പിന്നിട്ട് പോണിറ്റെയിലായിട്ട് കെട്ടി വയ്ക്കണം. ഇതാണ് സ്കൂൾ ഡയറിയിൽ ഉള്ളത്. അത് കുട്ടിക്കും അറിയാം, മാതാപിതാക്കൾക്കും അറിയാം. ഇത് കൊച്ചു കാര്യമാണ്, വളരെ കൊച്ചു കാര്യമാണ്. അവിടെയുള്ള 51 മറ്റ് കുട്ടികളും മുസ്ലിം പെൺകുട്ടികളും അത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഞാൻ അവിടെയുള്ള ആ മുസ്ലിം കുടുംബങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വിഷയത്തില് അവരെ ഒക്കെ ഇളക്കി വിടാൻ SDPI ശ്രമിച്ചു. 25ഓളം വീടുകളിൽ SDPI കയറി ഇറങ്ങി എല്ലാവരും ഒന്നിച്ച് ഹിജാബും ധരിച്ചു ചെല്ലണം എന്ന് SDPI അവിടെ ചെന്ന് 25ഓളം വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ആ മുസ്ലിം സഹോദരങ്ങൾ അവര് സുബോധമുള്ളവര്, അവര് കൃത്യമായ നിലപാടുള്ളവര്.
അവര് ശരിയായ പൊതുനന്മ കുറിച്ച് അവബോധമുള്ളവരാണ്, ശരിയായ വിശ്വാസ ബോധ്യങ്ങളും ഉള്ളവരാണെന്ന് ഞാൻ പറയും. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അവരുടെ ആ സുബോധം ഈ കുടുംബവും കൂടി കാണിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാനേജ്മെന്റ് നിഷ്കർഷിച്ചിരിക്കുന്ന ആ ഒരു യൂണിഫോം അത് പാലിച്ച് കുട്ടി അവിടെ വന്ന് പഠിക്കുക എന്നാണ് പറയാനുള്ളത്. ഇനി അല്ല, അതിന് തയ്യാറല്ല എങ്കിൽ മറ്റ് എവിടെയെങ്കിലും പോയി പഠിച്ചുകൊള്ളട്ടെ. ഇനി മുന്നോട്ടുള്ള കാര്യം നമുക്കറിയാം. ഇന്നലെ കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ ജസ്റ്റിസ് VG അരുൺ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും മൂടിവെച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? സ്കൂളിന് തിരിച്ചടി, സ്കൂളിന് തിരിച്ചടി. അവരിങ്ങനെ ഇത് പറയാനായിട്ട് വെമ്പി 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 നിന്നതുപോലെയാ. പക്ഷേ സംഗതി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇവരെല്ലാം പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. ജസ്റ്റിസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എത്ര ശക്തമായിരുന്നു. ഒരു CBSE സ്കൂളില് ഒരു സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് എങ്ങനെയാണ് ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം ഇന്നലെ ചോദിച്ചു. അതിനു മറുപടി സർക്കാർ അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച സമയം വേണം, വരുന്ന വെള്ളിയാഴ്ച വരെ സമയം കൊടുത്തു. ഇനി ഈ നോട്ടീസ് അത് അസാധുവായി പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു മാനേജ്മെന്റിന്റെ ആവശ്യം. അതിനുവേണ്ടിയാണ് കേസ് കൊടുത്തത്. പക്ഷേ ഇന്നലെ തന്നെ അത് അസാധുവായിട്ട് പ്രഖ്യാപിച്ചില്ല എന്നതാണ് ഈ മീഡിയകൾക്ക് വലിയ കാര്യം എന്ന രീതിയിൽ അവർ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്നലെ അവിടെ ഒരു കാര്യം അവതരിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് ജസ്റ്റിസ് ചോദ്യം ചോദിക്കുന്നു, സർക്കാരിന്റെ അഭിഭാഷകന് ഒന്നും പറയാനില്ലാതാവുന്നു, എങ്കിൽ പഠിച്ചിട്ട് വരാൻ പറയുന്നു. അപ്പോ ഇനി എന്തു വേണം? വെള്ളിയാഴ്ച വരെ കാത്തു വെക്കണം. അപ്പോ മാനേജ്മെന്റിന്റെ അഡ്വക്കേറ്റ് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അത് എഴുതി തരാൻ പറ്റുമോ? അപ്പോ ജസ്റ്റിസ് പറയുന്നു, വെറുതെ ഒരു ഉത്തരവ് ഇറക്കാൻ വേണ്ടി, ഇടക്കാല ഉത്തരവ് ഇറക്കാൻ വേണ്ടി ഉത്തരവ് എഴുതുക എന്നുള്ളത് അത് ഭംഗിയുള്ള കാര്യമല്ല. ഇവിടെ ഒന്നും നടക്കാൻ പോകില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ടോ, ആ പറച്ചിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഇപ്പറഞ്ഞ DEOയുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന ആ നോട്ടീസിന് ഒരു കഥയുമില്ല എന്ന സൂചന, അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന സൂചന ജസ്റ്റിസ് നൽകിക്കഴിഞ്ഞു. പോയി സർക്കാരിന്റെ അഭിഭാഷകൻ പഠിച്ചു വരട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതുവരെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജസ്റ്റിസിനും അറിയാം, മാനേജ്മെന്റിനും അറിയാം, ഇനി DEOയ്ക്കും ഓഫീസിനും ഒക്കെ അറിയാം. അതുകൊണ്ട് നിയമബോധം ഇല്ലായ്മ അല്ലെങ്കിൽ ബോധപൂർവകമായ വർഗീയത ഇളക്കിവിടാനുള്ള ശ്രമം, അതുമല്ലെങ്കിൽ സ്വന്തം അഴിമതിയെയും സ്വന്തം പ്രശ്നങ്ങളെയും പാളയത്തിലെ പടയെയും ഒക്കെ മറച്ചു പിടിക്കാനായി ഹിജാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അച്ഛാ, അവസാനമായിട്ട് എന്ത് സന്ദേശമാണ് അച്ഛാ പൊതുസമൂഹത്തിന്? അതായത് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു വലിയൊരു ധ്രുവീകരണം, ചില വ്യക്തികൾ ചില കാര്യങ്ങൾ സമൂഹത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമൂഹത്തിൽ ഒരു ധ്രുവീകരണം വരുത്തുവാനായിട്ട് ബോധപൂർവം ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ്റെ വാട്സപ്പ് വരെ പൂട്ടിക്കുകയുണ്ടായി. ഈ ശക്തമായ ധീരമായ അച്ഛൻ പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ അച്ഛനെതിരെയും പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അച്ഛാ ഇത് പൊതുസമൂഹം എന്താണ് ഈ ഒരു വിഷയത്തിൽ, എങ്ങനെയാണ് ഇതിനൊരു രമ്യമായി അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തോടെ നമ്മുടെ നാട് പോകണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതിന് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ടീച്ചർ. ഒറ്റ കാര്യമേ എനിക്ക് അന്നും ഇന്നും എന്നും പറയാനുള്ളൂ. അതായത് പൊതു സമൂഹത്തിന് അഥവാ പൗര സമൂഹത്തിന് ഒരൊറ്റ വിശുദ്ധ ഗ്രന്ഥമേ ഉള്ളൂ. പൗര സമൂഹത്തിന് പൊതുവായ ഒരൊറ്റ വിശുദ്ധ ഗ്രന്ഥമേ ഉള്ളൂ. അത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഫോക്കസ് വർദ്ധിപ്പിക്കുക, ഭരണഘടനാ അവബോധം വർദ്ധിപ്പിക്കുക, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ കടമകളെക്കുറിച്ചും കൂടുതലായി പഠിക്കുക, ലെജിസ്ലേഷനുകൾ നടക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുക.
നമ്മുടെ ജനപ്രതിനിധികളെ അധികം നമ്പരുത്. നമ്മുടെ ജനപ്രതിനിധികളെ അധികം നമ്പരുത്. അജ്ഞത, വർഗീയത, താൽക്കാലിക നേട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ജനപ്രതിനിധികളുടെ പിന്നിലുള്ളത്. പാർട്ടിയക്കാരാണ് അവര്, രാഷ്ട്രീയക്കാർ അല്ല. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് പൊതു സമൂഹത്തിന്റെ ഇന്ത്യൻ പൗരസമൂഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന അതേ ശ്വാസത്തോടെ എനിക്ക് നമ്മുടെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് രാഷ്ട്രീയക്കാരാകൂ എന്നാണ്. പക്ഷേ നമ്മളിൽ നല്ലൊരു പങ്കും ഇപ്പോഴും വെറും പാർട്ടിയക്കാരാണ്. അതായത് പാർട്ടികളുടെ അടിമകൾ. മറിച്ച് പാർട്ടികളുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് രാഷ്ട്രത്തിന്റെ നന്മ, വരും തലമുറകളുടെ നന്മ, അത് ഫോക്കസ് ചെയ്ത് ശരിയായ രാഷ്ട്രീയം സ്വന്തമാക്കുക. അതാണ് എനിക്കുള്ള വളരെ ശക്തമായ സന്ദേശം. രാഷ്ട്രീയക്കാരാകൂ, പാർട്ടിയക്കാരെ കുറിച്ച് ജാഗ്രത ഉള്ളവരാകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ശക്തമായ വാക്കുകൾ അച്ഛാ, ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട്. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ, ഇനിയൊരു ചർച്ചയിൽ ഇത്രയും നേരം പല വിഷയങ്ങൾ, പലപ്പോഴും ഒരു പ്രവാചക ശബ്ദം പോലെയാണ് അച്ഛൻ്റെ പല വാക്കുകളും അച്ഛൻ്റെ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ കാണുന്നത്. കാരണം മുഖം നോക്കാതെ, ആരുടെയും പക്ഷം ചേരാതെ, വിമർശിക്കേണ്ടവരെ വിമർശിക്കും, അവരെ തന്നെ ഒരുപക്ഷെ അഭിനന്ദിക്കണമെങ്കിൽ അച്ഛൻ അഭിനന്ദിക്കും. അത്തരത്തിൽ ഒരു പ്രവാചക ശബ്ദമായി പാവപ്പെട്ടവർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി അച്ഛൻ നിലകൊള്ളുന്നു എന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു. അച്ഛൻ്റെ ഈ ഒരു നിലപാടുകളിൽ, അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് അച്ഛാ. നന്ദി. താങ്ക് യു. നേർക്കാഴ്ചയുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. നന്ദി.